സാർ, സ്വിറ്റ്സർലൻഡുകാരായ 4 നയതന്ത്ര പ്രതിനിധികളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ ഉയരുന്നു. ഇറാൻ ആയിരിക്കുമോ പിന്നിൽ? ഇറാനാണ്. ഇറാൻ ഈ 4 പേരെയും കൊലപ്പെടുത്തിയതാണ് എന്ന് സ്വിറ്റ്സർലൻഡിലെ 2 ചാനലുകൾ അന്വേഷണം നടത്തി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2021 മുതൽ ഈ വർഷം ജനുവരി വരെ ആണ് 4 പേര് മരിച്ചിരിക്കുന്നത്. ഈ നയതന്ത്രവുമായി ബന്ധപ്പെട്ട 4 പേര് എങ്ങനെ മരിച്ചാലും സംശയാസ്പദമാണത്, അല്ലേ? ആദ്യത്തേത് ആത്മഹത്യയാണെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ മൊത്തം അന്വേഷണ റിപ്പോർട്ടൊന്നും സ്വിറ്റ്സർലൻഡുമായിട്ട് പങ്കുവെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ചാരനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ജയിലിൽ അടയ്ക്കുക, ജയിലിൽ അയാൾ മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വിറ്റ്സർലൻഡിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1979 മുതൽ ഇറാനിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങൾ അയക്കുക, ഇറാൻ്റെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലൻഡാണ് അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇറാനിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നയതന്ത്ര പ്രതിനിധികൾ കൂടുതലും അമേരിക്കയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണ് എന്ന സംശയത്തിൽ വകവരുത്തി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇറാൻ്റെ IRGC ഉണ്ടല്ലോ, പട്ടാളം കൊന്നതാകാം എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരാൾ ബാൽക്കണിയിൽ നിന്ന് 7ാം നിലയിൽ നിന്നാണ് താഴെ വീണാണ് മരിച്ചിരിക്കുന്നത്. ഒരാളെ തെരുവിൽ കുത്തുകയായിരുന്നു. കുത്തിയ ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് മരിക്കുകയായിരുന്നു. 2021 മെയ്യിൽ സിൽവി ബർണർ ആണ് ആദ്യം മരിക്കുന്നത്. സിൽവി ബർണർ സ്വിറ്റ്സർലൻഡിൻ്റെ ഡെപ്യൂട്ടി അംബാസഡർ ആയിരുന്നു, ഉപസ്ഥാനപതി. അവരാണ് 17ാം നിലയിൽ നിന്നാണ്, 7ാം നില പോലുമല്ല, 17ാം നിലയിൽ നിന്നാണ് ടെഹ്റാനിൽ താഴെ വീണും മരിക്കുന്നത്. അപ്പോൾ ഇറാൻ പറഞ്ഞു ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഇത് ആദ്യം ശരിയാണെന്ന് സ്വിറ്റ്സർലൻഡ് വിചാരിച്ചിരുന്നു. ആദ്യത്തെ മരണമാണല്ലോ, ഒരാൾ മാനസിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യാം, ഇറാൻ പറഞ്ഞത് വിശ്വസിച്ചിരുന്നു. പക്ഷേ ആദ്യം ആ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ ഇല്ലെന്ന് ഇറാനിലെ പോലീസ് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ടെലിവിഷനുകൾ അന്വേഷിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് പുറമെ അവിടുത്തെ സ്വിസ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനായ ഒരാൾ ബുധനാഴ്ച ഈ ടെലിവിഷനിൽ പറഞ്ഞു, ഇറാൻ്റെ ചാരപ്രവർത്തനം സ്വിറ്റ്സർലൻഡിന് വലിയ പ്രശ്നമാണ്. അവിടുത്തെ ഫെഡറൽ ഇൻ്റലിജൻസ് സർവീസ് FIS, അതായത് സ്വിറ്റ്സർലൻഡിലെ ഇൻ്റലിജൻസ് സർവീസ് 2025 ഒരു റിപ്പോർട്ട് ഇറക്കിയിരുന്നു, സെക്യൂരിറ്റി സ്വിറ്റ്സർലൻഡ് 2025 എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇറാൻ, റഷ്യ, ചൈന, നോർത്ത് കൊറിയ ഈ രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിൻ്റെ ശത്രുക്കളാണെന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സ്വിസ് TV SRF പിന്നെ സ്വിസ് TV RTS ഈ 2 ചാനലുകളുമാണ് അന്വേഷണം നടത്തി ചൊവ്വാഴ്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ടെലിവിഷനിൽ ഇറാനിലെ IRGCയിലെ ഓഫീസറായിരുന്ന ഒരാൾ സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഈ സിൽവിയ ബ്രണ്ണർ ഉണ്ടല്ലോ, മറ്റേ 17ാം നിലയിൽ നിന്ന് ചാടി എന്ന് പറയുന്നവരെ, അവരെ തള്ളിയിട്ടതാകാം എന്ന് സിൽവി ബ്രണ്ണർ അവരെ തള്ളിയിട്ടതാകാം എന്ന് IRGCയിൽ തന്നെ മുമ്പ് ഓഫീസറായിരുന്ന ഒരാൾ ടെലിവിഷനോട് പറഞ്ഞു. 2021 മെയ്യിൽ സിൽവി ബ്രണ്ണറെ തള്ളിയിട്ടതാണ്. IRGCയുടെ നിരീക്ഷണങ്ങൾ ഇവരുടെ മുകളിൽ ഉണ്ടായിരുന്നു. ഇവരുടെ മരണം സംബന്ധിച്ച മുഴുവൻ അന്വേഷണ വിവരങ്ങൾ സ്വിറ്റ്സർലൻഡുമായിട്ട് ഇറാൻ പങ്കിട്ടില്ല. ബ്രണ്ണറുടെ സഹോദരൻ വിൻസെൻറ്റും പറഞ്ഞു ഇത് കൊലപാതകമാണ്. പല
അവയവങ്ങളും ഇല്ലാതെയാണ്. അതായത് സിൽവി ബ്രണ്ണർ ഉപസ്ഥാനപതി മരിച്ചു കഴിഞ്ഞിട്ട് ഈ ജഡം അങ്ങോട്ട് അയച്ചല്ലോ സ്വിറ്റ്സർലൻഡിലേക്ക്. അപ്പൊ ജഡത്തിൽ പല അവയവങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. പാത്തോളജിസ്റ്റ് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു ആത്മഹത്യ ആകാം, പക്ഷേ 1-2 പേര് ഇൻവോൾവ് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്നും പറഞ്ഞിരുന്നു. ഇതിന് ശേഷവും 3 മരണങ്ങൾ അവിടെ ഉണ്ടായി, സ്വിറ്റ്സർലൻഡ് നയതന്ത്ര പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ രണ്ടാമത്തത് 2023 ജൂണിൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഡിഫൻസ് അറ്റാഷെ ടെഹ്റാനിലൊരു ഹോട്ടലിൽ കുഴഞ്ഞു വീണു, ഡിഫൻസ് അറ്റാഷെ. അപ്പോൾ അത് സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചു അയാളെ. അപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അപ്പോൾ സെൻസിറ്റീവായ ഒരു ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം, നിർണായക പ്രാധാന്യമുള്ള ജോലി ചെയ്തിരുന്നതാണ്, ചാരപ്രവർത്തനമൊക്കെ ആകാം. മൂന്നാമത്തത് 2023 സെപ്റ്റംബറിൽ സ്വിറ്റ്സർലൻഡ് എംബസിയിലെ ടെഹ്റാനിൽ എംബസിയിലെ ലോക്കൽ എംപ്ലോയിയെ കുത്തി, ഒരു പ്രാദേശിക ജീവനക്കാരനെ കുത്തി, കയ്യിൽ വെടിയേറ്റു. ജോലിക്ക് എംബസിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ പിടിച്ചുപറി ആയിരിക്കും, അപ്പോഴായിരിക്കും ഈ അപകടങ്ങൾ ഉണ്ടായെന്ന് പോലീസ് പറഞ്ഞു. പക്ഷെ ടെഹ്റാൻ ഈ മതരാഷ്ട്രം ആണല്ലോ, അതെ, ടെഹ്റാനിൽ ഈ പിടിച്ചുപറി സാധാരണഗതിയിൽ നടക്കാറില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, അതാണ് പിടിച്ചുപറി എന്ന് പറയുന്നത്. അത് ടെഹ്റാനിലെ അപൂർവമാണ്. നാലാമത്തത് ഈ കൊല്ലം ജനുവരിയിൽ ഒരു സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ടൂറിസ്റ്റിനെ സെംനൻ, ഇറാനിലെ സെംനൻ ജയിലിൽ ചാരവൃത്തി നടത്തിയ ഇയാളെന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടിരുന്നു. അയാൾ ആ ജയിലിൽ മരിച്ചുപോയി. അപ്പോൾ അവിടുത്തെ ജഡ്ജി മുഹമ്മദ് സാദിഖ് അക്ബരി പറഞ്ഞു ഇയാൾ തൂങ്ങി മരിച്ചതാണെന്ന് പറഞ്ഞു. അതിപ്പോൾ ഗമനയുടെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ജഡ്ജിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വിസ് വിദേശ മന്ത്രാലയം ഇതിൽ വ്യക്തത വരുത്തണം എന്ന് ഇറാനോട് ആവശ്യപ്പെടാൻ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ നവംബറിൽ ഇറാനിലെ അറ്റോർണി ജനറൽ ഈ സിൽവി ബ്രണ്ണറിൻ്റെ അന്വേഷണം, ആ ഫയല് ക്ലോസ് ചെയ്തതായിട്ടും വിവരമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കോലാഹലം സ്വിറ്റ്സർലൻഡിൽ നടക്കുന്നു. 1979 മുതൽ മറ്റേ സ്വിറ്റ്സർലൻഡ് അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൈമാറുന്നത് ഇറാനും ഒക്കെ തിരിച്ചും ഒക്കെ ഒരു മധ്യവർത്തി ജോലി ചെയ്തിരുന്നത് സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ അമേരിക്കയുടെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇറാൻ കൊലപ്പെടുത്തിയതായിരിക്കാം എന്നാണ് സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ ചാനലുകൾ അന്വേഷിച്ച് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇറാനിൽ ആരെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്തല്ലോ, അവരുടെ ഒരു തന്ത്രം അങ്ങനെയാണല്ലോ. ഈ സ്വിറ്റ്സർലൻഡുകാരായിരിക്കും ഇതിന് പിന്നിലെന്ന് ഇറാന് എവിടെ നിന്നെങ്കിലും സൂചന ലഭിച്ചതായിരിക്കുമോ ഇങ്ങനൊരു നീക്കത്തിന് പിന്നിൽ? സ്വിറ്റ്സർലൻഡ് അമേരിക്കയ്ക്ക് വേണ്ടി അതെ, അത് ഇറാൻ എങ്ങനെ സൂചന ലഭിച്ചു? ഇവരാണ് അമേരിക്കയ്ക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല നയതന്ത്ര കാര്യങ്ങളും നടക്കുമ്പോൾ ഇവര് നിരീക്ഷണത്തിലുമാണല്ലോ, ഉപസ്ഥാനപതി എന്നൊക്കെ പറയുന്നത്. ഇവര് എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നുള്ളത് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടെ ടെലിഫോൺ സംഭാഷണം ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അമേരിക്കൻ പ്രതിനിധികളെയൊക്കെ കാണുന്നൊക്കെ ഉണ്ടാവും. അവര് ചെല്ലുമ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട്, ഇപ്പൊ മാർക്കോ റൂബിയോയെ പോലെ, ഇപ്പോഴല്ലേ ഇത് 21-ലാണ് ഞാൻ പറയാണ്, ഇപ്പൊ ഒരാൾ റൂബിയോയെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റൂബിയോയ്ക്ക് സന്ദേശം അയക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകൾ ചെക്ക് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ, ലാപ്ടോപ്പുകളും എല്ലാ കമ്മ്യൂണിക്കേഷൻ സൈബർ അറ്റാക്ക് ഇസ്രയേലിൽ തന്നെ ഹാക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ആ സൈബർ വാർഫെയർ ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇറാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.